ഇന്ത്യ റഷ്യ 23-ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായ പുടിൻ മോദി കൂടിക്കാഴ്ച ആരംഭിച്ചു. പ്രതിരോധ വാണിജ്യ മേഖലയിൽ സുപ്രധാന കരാറുകൾ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട്. ചർച്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. തുടർന്ന് ഇരുവരും ഉന്നത ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മോദിയെ പ്രശംസിച്ച പുടിൻ, മോദി ഇന്ത്യയുടെ ഭാഗ്യമാണെന്നും മോദി ജീവിക്കുന്നത് തന്നെ ഇന്ത്യക്ക് വേണ്ടിയാണെന്നും അഭിപ്രായപ്പെട്ടു. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിലെ കൂടിക്കാഴ്ച ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ പുതിയ അധ്യായത്തിനാണ് വഴി തുറക്കുക. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജ മേഖലകളിൽ സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് വിവരം. അമേരിക്കയുടെ അധിക താരിഫ് വ്യാപാര മേഖലയിൽ ആഘാതമുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ റഷ്യയുമായുള്ള സാമ്പത്തിക സഹകരണം ശക്തമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. സന്ദർശനത്തിന് മുന്നോടിയായി റഷ്യയിൽ നിന്നും ഇന്ത്യക്കും എണ്ണ വാങ്ങാമെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. വ്യോമ പ്രതിരോധ മേഖലയിൽ S-400 ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വാങ്ങുന്ന കരാർ ഉൾപ്പെടെ പരിഗണനയിൽ. രാവിലെ രാഷ്ട്രപതി ഭവനിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് രാജ്ഘട്ടിലെത്തിയ പുടിൻ രാഷ്ട്രപിതാവിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. ചർച്ചയ്ക്ക് മുന്നേ ഇരു രാഷ്ട്രത്തലവന്മാരും തമ്മിൽ നടന്ന അത്താഴ വിരുന്നിലും ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലും പുടിൻ മോദിയെ വാനോളം പുകഴ്ത്തി. മോദി ഇന്ത്യയുടെ ഭാഗ്യമാണെന്നും അദ്ദേഹം ജീവിക്കുന്നത് തന്നെ ഇന്ത്യക്ക് വേണ്ടിയാണെന്നും ഓരോ ശ്വാസത്തിലും ഇന്ത്യയാണെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. പുടിന് റഷ്യൻ ഭാഷയിൽ എഴുതിയ ഗീത മോദി സമ്മാനിച്ചു. നിർണായക ചർച്ചകൾക്ക് ശേഷം ഭാരത് മണ്ഡപത്തിൽ വാണിജ്യ വ്യാപാര പ്രതിനിധികളുമായി ഇരു നേതാക്കളും ആശയവിനിമയം നടത്തും. ശേഷം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കുന്ന അത്താഴ വിരുന്നിലും പുടിൻ പങ്കെടുക്കും. രാത്രി 9 മണിയോടെ റഷ്യയിലേക്ക് തിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.